കണ്ടോളൂ. ഓക്കെ, 4 പല്ല്. ആളുടെ സ്കിന്ന് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. ഓക്കെ, അടിപൊളിയാണ്. 45 കിട്ടിയാ കൊടുക്കും. ലാസ്റ്റ് 45 കിട്ടിക്കഴിഞ്ഞാൽ കൊടുക്കൂട്ടോ. 37 രൂപയ്ക്ക് ലാസ്റ്റ് കിട്ടിയാതെ ഈ പശുവിനെ കിട്ടൂട്ടാ. 37 രൂപയ്ക്ക് ലാസ്റ്റ് ഈ കാണുന്ന പശുവിനെ നമുക്ക് വാങ്ങിക്കാൻ സാധിക്കും. എത്രത്തോളം പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാലും കേരളത്തിൽ തമിഴ്നാട് പശുക്കൾക്കുള്ള ആ ഒരു പ്രാധാന്യം, അതായത് ഫാമുകളിലും ആയിക്കോട്ടെ ഇനി വീടുകളിലായിക്കോട്ടെ, തമിഴ്നാട് പശുക്കൾക്കുള്ള ഒരു പ്രാധാന്യം വേറെ ഒരു പശുക്കൾക്കും ഇല്ല. അപ്പൊ ഇന്ന് നമ്മൾ കുറച്ച് കാണാൻ പോകുന്നത് കുറച്ച് തമിഴ്നാട് പശുക്കളെയാണ് വിൽപ്പനയ്ക്കുള്ളതാണ് കേട്ടോ. അണ്ണന്റെ പേരെന്നാ? പേര് മുത്തുകുമാർ. ഓക്കെ, ഈ ഒരു സ്ഥലം ഏതാ ഒന്ന് പറയാമോ? മണ്ണാമട, പൊള്ളാച്ചി പാലക്കാട് റോഡില് ജംഗ്ഷനിൽ റൈറ്റിലേക്ക്. ഈ കാണുന്ന പശു ഇപ്പൊ ഇത് പ്രസവിച്ചിട്ടില്ലല്ലോ? ഇല്ല, ചെനയാണ്. ഓക്കെ, ചെനയാണ്. 15 ദിവസം ആകും. ആളൊരു 15 ദിവസം കഴിഞ്ഞ പ്രസവിക്കും അല്ലെ? 15 ദിവസം ആകും. ആദ്യത്തെ ആണെന്ന് തോന്നല്ലേ? ആദ്യത്തെ കടഞ്ഞിലാണ്. 4 പല്ല്. 4 പല്ല്. ഓ, 4 പല്ല് പശുവാണ് ഈ കാണുന്ന കേട്ടോ. നല്ല ആരോഗ്യമുള്ള ഒരു അടിപൊളി പശുവാണ്. എത്ര ലിറ്റർ പാല് കിട്ടാമെന്നൊന്നും പറയാൻ പറ്റൂല. അതിലൊക്കെ ഇറങ്ങി വരുന്നേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഈ ഒരു പശുവിന് എത്ര റേറ്റ് ഉദ്ദേശിക്കുന്നത്? 85 പറഞ്ഞു. ലാസ്റ്റ് ആയിട്ട് ഒരു 80 ആണെങ്കിൽ കൊടുക്കാം. ലാസ്റ്റ് 80 ആണ് കിട്ടുന്ന ഒരു പശുവാണ് ഈ കാണുന്ന കേട്ടോ. HF ആണ്. നല്ല ആരോഗ്യമുള്ള 1ാമത്തെ പ്രസവമാണ്. എന്തായാലും ആൾക്ക് അങ്ങനെ വലിയ പേടിയോ കാര്യങ്ങളൊന്നും ഓക്കെ. ജാതികളൊക്കെ എപ്പോഴും നല്ല ഗുണമുണ്ടാകും. മറ്റേ ആൾക്കാരെ ഉപദ്രവിക്കില്ല. പിന്നെ നല്ല പാലും കിട്ടും. ആളുടെ കൊമ്പ് നോക്കുകയാണെങ്കിൽ ഇതാ, ആളുടെ ചെറിയ കൊമ്പാണ്. ഇച്ചിരി വൈറ്റ് ആണ് കൊമ്പിട്ടാ. പിന്നെ 4 പല്ലെന്ന് പറഞ്ഞ, പിന്നെ കുളമ്പ് നല്ല വൈറ്റ് ആണ്. ആളുടെ സ്കിൻ കണ്ടോട്ടാ. ആളുടെ സ്കിൻ വലിച്ചു കഴിഞ്ഞപ്പോ കണ്ട നല്ലതായിട്ട് വലിഞ്ഞു പോകുന്നത് കണ്ട. നല്ല സോഫ്റ്റ് സ്കിന്നാണ് കേട്ടാ. ആളിതേ ഇപ്പൊ ഞാൻ പിടിച്ച് വലിച്ചിട്ടൊന്നും ഒരു പ്രശ്നമില്ല. അതായത് വീട്ടമ്മമാർക്ക് പറ്റിയ പശുവാണ്. നല്ല വെളുത്ത കുളമ്പുണ്ട്. ഇതേ അകിട് ഇറങ്ങി വന്നിട്ടുണ്ട്. നല്ല വാലർക്കമുണ്ട്. നല്ല HF പശുവാണ്. 1ാമത്തെ പ്രസവമാണ് കേട്ടോ. അപ്പൊ ഇതിന് പ്രസവിക്കാൻ 15 ദിവസം കൂടി ഉള്ളൂ. ലാസ്റ്റ് പറയുന്നത് 80,000 രൂപ. ഓക്കെ, ഇത് HF തന്നെ. HF ക്രോസ് ആണോ? HF ക്രോസ് ആണ്. ഇത് കടഞ്ഞില്ലേ? 4 പല്ല്. ഇത് 4 പല്ല്. കണ്ടോളൂ. ഓക്കെ, 4 പല്ല്. ആള് കടിഞ്ഞലാണ്. ഓക്കെ, ആളുടെ കൊമ്പൊക്കെ വൈറ്റ് ആണ് കേട്ടോ. പിന്നെ കുളമ്പും അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. അതെ, ആളുടെ സ്കിന്ന് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. ഓക്കെ, പ്രസവം കഴിഞ്ഞ 4 ദിവസമായി. 4 ദിവസമായി. കുട്ടിയപ്പോ? കുട്ടി പാലിപ്പോ ഒരു 6 ലിറ്റർ വന്നു കഴിഞ്ഞ് കൂടും. പാല് കൂടും. പാല് നിലപാൽ ആയിക്കൊണ്ടിരിക്കണുള്ളൂ. ഓക്കെ. ആദ്യത്തെ കറവയാണല്ലോ അല്ലെ? ആദ്യത്തെ കറവയായോണ്ട് 6 വന്നിട്ടുണ്ട്. ഇതിപ്പോ കേറി വന്നത്. ഇതിപ്പം നമുക്ക് അങ്ങനെ പേടിയൊന്നും ഇല്ല. ആകുമ്പത്തില്ല വലിയ ഹൈറ്റോ അങ്ങനെ വലിയ വെയിറ്റ് ഒന്നും ഇല്ല. ഒരു വീട്ടിലൊക്കെ നിർത്തി വളർത്താൻ പറ്റിയൊരു പശുവാട്ടോ. അതെ, അകിടൊക്കെ ശരിയായി വരുന്നുള്ളൂ കേട്ടോ. കാരണം ഇതിപ്പോ 4 ദിവസം ആയിട്ടുള്ളൂ. നമുക്ക് ഈ ആൾക്ക് എത്ര വില വരുന്നത്? ഇത് 80 പറയണ്ട് അനുസരിച്ച് കൊടുക്കാം. അനുസരിച്ച് പറയുമ്പോൾ നമുക്ക് ലാസ്റ്റ് എന്ത് വരും? 2000 കമ്മിയാക്കി കൊടുക്കാം. ഒരു 78 രൂപയ്ക്ക് കിട്ടുന്ന പശുവാട്ടേക്ക് കാണാട്ടാ. അപ്പൊ 78 രൂപയ്ക്ക് 4 പല്ല്. ആ കൊമ്പാണെങ്കിൽ വെള്ളയാണ്. പിന്നെ മാത്രം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്കിന്നാണ് കേട്ടോ. പിന്നെ ആ ഒരു HFന്റെ ഗുണങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ അത്ര വലിയ ഹൈറ്റോ വെയിറ്റോ ഒന്നും ഇല്ല. അത്യാവശ്യം പാലുൽപാദനം ഉണ്ട് കേട്ടോ. അപ്പൊ ഇനി അടുത്തത് കാണാൻ പോണത് ഒരു ജേഴ്സി ക്രോസിനെയാണ് കേട്ടോ. ആള് ആ ഒരു ജേഴ്സിയുടെ സ്വഭാവം ഇച്ചിരി ഉണ്ട്. കാരണം കുട്ടിയില്ലാതെ നിൽക്കൂല അല്ലെ? ആളുടെ കുട്ടി കാണാണ് കേട്ടോ. ഈ കാണാണ് കുട്ടി. അപ്പൊ കുട്ടിയില്ലാതെ കറക്കാൻ പറ്റാത്ത ഒരു നല്ലൊരു ജേഴ്സി. നല്ല റേറ്റിംഗ് ഉണ്ടാകും. 13-14 ലിറ്റർ പാലുണ്ട്. 13-14 ലിറ്റർ പാലുണ്ട്. ഓക്കെ, പാല് നല്ല കൊഴുപ്പുണ്ടാവും. പിന്നെ നല്ല സ്കിൻ ടോൺ ആണ് കേട്ടോ. നല്ല നൈസ് ആയിട്ടുള്ള ആ ഒരു സ്കിന്നാണ്. ആളുടെ കൊമ്പൊക്കെ നോക്കി നല്ല വൈറ്റ് ആണ് കേട്ടോ. അതായത് പാലൊക്കെ നല്ലതായിട്ട് കിട്ടുന്നുള്ള ഉറപ്പാണ്. ഇത് കണ്ടോ, അടിപൊളി കേട്ടോ. അതായത് ആ കാണുന്ന സ്കിന്നിന് വരെ നല്ല സോഫ്റ്റ്നെസ് ആണ്. 65 രൂപ കിട്ടി. 65 ലാസ്റ്റ് കിട്ടി കഴിഞ്ഞാൽ കൊടുക്കാവുന്ന പശുവാണ്. ഇത് രണ്ടാമത്തെയാണ്. കൊമ്പിൽ ഒരു ലൈനേ ഉള്ളൂ. ഇതാണ് ഈറ്റ് കണക്കിന് ഒരേ ലൈന്. ഓക്കെ, കൊമ്പില് കുറച്ചിട്ടൊന്നുമില്ല കേട്ടോ. ഈ കൊമ്പ് എടുക്കാത്ത മാട്ടിൽ നോക്കിയാൽ അറിയാം എത്ര ഈറ്റ് പെട്ടിട്ട് അത്ര ലൈൻ ഉണ്ടാവും. അപ്പൊ എന്തായാലും 65 കിട്ടുന്ന ഈ പശു കേട്ടോ. അപ്പൊ ഈ അഴിക്കുന്ന ഒരു HF പശുവാണ് കേട്ടോ. നല്ല അടിപൊളി നല്ല ഹൈറ്റ് ഉള്ള പശുവാണത്. ഏതാണ്ട് ആ ചേട്ടന്റെ ഹൈറ്റ് ഉണ്ട്. ആ ചേട്ടന്റെ തലപ്പൊക്കം ഉണ്ട് നമ്മുടെ ഈ പശുവിന് കേട്ടോ. ഇത് എത്രാമത്തെ പ്രസവട്ടാ? ആള് രണ്ടാമത്തെ പ്രസവമാണ് കേട്ടോ. ആളുടെ അകിടൊക്കെ അത്യാവശ്യമുണ്ട്. എത്രത്തോളം പാലുൽപാദനം ഉണ്ട്? പാലിപ്പ് അതാണല്ലോ ഒരാഴ്ച ആയിട്ടുള്ള പെട്ടിട്ട് 7-6 ഉണ്ട് പാല്.
7 6 ഉണ്ടല്ലേ? 7 6 13 ലിറ്റർ പാൽ ഉൽപാദനം ഉണ്ട്. പാല് കൂടും. നല്ല വെള്ള കൊമ്പാണ്. പിന്നെ അത് മാത്രല്ല അതാ ആളുടെ സ്കിന്നും ആ ഒരു കുളമ്പൊക്കെ കണ്ടേ വളരെ സോഫ്റ്റ് ആണ് കേട്ടോ. നല്ല ഹൈറ്റും വെയിറ്റും ഉള്ള ഈ ബോഡി വെയിറ്റ് പറഞ്ഞനുസരിച്ച് പാൽ ഉൽപാദനം കൂടാനുള്ള സാധ്യത കൂടുമല്ലോ. എന്തായാലും നല്ല ബോഡി വെയിറ്റ് ഉള്ള പശുവാണ് കേട്ടോ. കാരണം അത്യാവശ്യം ഹൈറ്റും വെയിറ്റും ഒക്കെ ഉള്ള നല്ലൊരു പശുവാണ്. ഇത് 78 പറയാം. 78 ലാസ്റ്റ് ആണോ? 75 കിട്ടിയേ കൊടുക്കാം. 5 അടി മുകളിൽ ഹൈറ്റ് ഉള്ള ഈ പശുവിന് 75 കൊടുത്താ 75 ലാസ്റ്റ് അല്ലെ? 75 കിട്ടൂട്ടാ. ചേട്ടാ ഇത്തരത്തിലുള്ള പശുക്കൾ നമ്മൾ എവിടെന്നാ വാങ്ങിച്ചണേ? നമ്മ മറ്റേ കൃഷ്ണഗിരി ഈ ഭാഗത്തുള്ള ബ്രോക്കർ വെച്ചിട്ട് നാട്ടുംപുറത്ത് വാങ്ങിയതാണ്. അതായത് കൃഷ്ണഗിരി ഭാഗത്തൊക്കെയുള്ള ബ്രോക്കർമാരെ വെച്ച് നാട്ടുംപുറത്ത് അല്ലേ? നാട്ടുംപുറത്ത് കർഷകരുടെ അടുത്ത് ഡയറക്റ്റ് വാങ്ങിച്ചതാണ്. ഓ അങ്ങനെ. അതായത് ചന്തയിൽ നിന്നല്ല, മാർക്കറ്റിൽ നിന്നല്ല, ഇത്തരത്തിലുള്ള പശുക്കളൊക്കെ ഡയറക്റ്റ് കർഷകരുടെ അടുത്ത് ഡയറക്റ്റ് വാങ്ങിച്ചോണ്ട് വന്നാട്ടാ. അതിന്റെ ക്വാളിറ്റിയും കാണാനുണ്ടോ അല്ലേ? അപ്പൊ ഇനി അടുത്തത് കാണാൻ പോലെ നല്ലൊരു മോഴപ്പശുവിനാണ്. എന്താണ് മോഴപ്പശുവിനെ കാണാത്ത ഞാൻ വിചാരിച്ചുള്ളൂ. ഇതാ നല്ല തമിഴ്നാട് പശുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഴപ്പശുക്കൾ ഇല്ലാത്ത പശുക്കളില്ല. അല്ല ഇത്രത്തോളം ഇണങ്ങുന്ന പശുക്കൾ വേറെയില്ല. കാരണം ഈ മോഴപ്പശുക്കളാണ് പെട്ടെന്ന് ഇണങ്ങാ. ഇപ്പൊ നമ്മൾക്ക് ഇപ്പൊ ഒരു ഫാമിലേക്ക് വേണ്ടുന്ന പശു ശരിക്കും പറഞ്ഞ ഇതൊക്കെയാണ്. അതെ അതെ. 13 ലിറ്റർ പാലില്ലാണ്ട് ഏത് ഫാമിൽ മാറി നിർത്തിയാലും അതെ അതെ മുതലാകില്ല. അന്നേരം അങ്ങനെയുള്ള ഫാമുകളിലേക്ക് പറ്റിയ നല്ലൊരു പശു എന്ന് പറയുന്നത് ഈ കാണുന്ന കുളമ്പ് അത്യാവശ്യം നല്ല ആരോഗ്യമുള്ള കുളമ്പുകളാണ്. പിന്നെ അത് നല്ല ഹൈറ്റും വെയിറ്റും ഉണ്ട്. പിന്നെ ആളുടെ സ്കിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആളുടെ സ്കിന്ന് കണ്ടത് ഇത്രത്തോളം വലിയുന്നുണ്ട്. അതണ്ട നന്നായിട്ട് വലിയുന്നുണ്ട്. അതായത് ഒരു ലക്ഷണമൊത്ത പശു എന്ന് പറഞ്ഞത് ഈ കാണാണ് കേട്ടോ. ചേട്ടാ ഇത് പ്രസവം കഴിഞ്ഞാണോ? പ്രസവം കഴിഞ്ഞാണ്. ഓക്കെ. ഇതിന്റെ കുട്ടിയോ? കുട്ടിയില്ല, അരക്കറവാണ്. ഓ, അരക്കറവില് 13 ലിറ്റർ പാലുണ്ട്. 13 ലിറ്റർ പാലുണ്ട് ഇപ്പൊ. ഇയാൾക്ക് പറയുന്ന റേറ്റ് എത്ര ചേട്ടാ? ഇത് 45 റുപ്യ ഫൈനൽ കിട്ടിയ കൊടുക്കും. അപ്പൊ ഈ കാണുന്ന പശു ശരിക്കും ഇടക്കറവ പശുവാണ്. ഈ 3 മാസം കറവ കഴിഞ്ഞ് ഇപ്പൊ 4-5 മാസം ആയി ഇപ്പൊ കറക്കുക അല്ലേ? ഓക്കെ. അപ്പൊ ഈ പശുവിന് ഇപ്പൊ പറയുന്ന റേറ്റ് എത്രയാ? 45 കിട്ടിയ കൊടുക്കും. ലാസ്റ്റ് 45 കിട്ടിക്കഴിഞ്ഞാൽ കൊടുക്കൂട്ടാ. ഇതാ ഇപ്പൊ അഴിക്കുന്ന ഈ പശുവിലെ ഇതിനെ കാല് കെട്ടി കറക്കണോട്ടാ, എന്നാലേ കറക്കാൻ സമ്മതിക്കത്തുള്ളൂ. അപ്പൊ അങ്ങനെ പറഞ്ഞ് കൃത്യമായിട്ട് ഇതാ കാര്യം പറഞ്ഞ് വിൽക്കുന്ന ഒരാളാട്ടോ അത് ഈ ചേട്ടൻ. കാല് കെട്ടി തന്നെ കറക്കണം. ഇതിനെ കാല് കെട്ടി കറക്കണം. അപ്പൊ കാര്യമായിട്ട് പറയാം നമ്മള് അല്ലെ? അത് കുട്ടിയോടെ ഉണ്ടായിരുന്നു. അത് കുട്ടി അവര് തന്നില്ല, മാട് മാത്രം തന്നു. ഇവിടെ വന്ന് നോക്കുമ്പോ നിക്കണില്ല, ചെറുപ്പ് ഇവിടെ ഉണ്ട്. ഓക്കെ. എത്രത്തോളം പാലുണ്ട് കേട്ടോ നമുക്കിത്? പാലിപ്പോ ഒരു 5-3 ഉണ്ട്. 5-3 8 ഉണ്ടല്ലേ? അത്രേ ഉള്ളൂ. ഓക്കെ. 5-3 8 ഉണ്ട്. ഇടക്കറവയാണ് പശു. നമുക്ക് അത്യാവശ്യം നല്ല ഹൈറ്റും വെയിറ്റ് ഒക്കെ ഉണ്ട്. ഒരു 5 അടി ഹൈറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. ആൾക്ക് നല്ല അത്യാവശ്യം ബോഡി വെയിറ്റ് ഒക്കെ ഉണ്ട്. HF-ന്റേതായ എല്ലാവിധ സവിശേഷതകളും ഉണ്ട് കേട്ടോ. 37 കിട്ടിയ ലാസ്റ്റ് കൊടുക്കും. 37 രൂപയ്ക്ക് ലാസ്റ്റ് കിട്ടിയാതെ ഈ പശുവിനെ കിട്ടൂട്ടാ. 37 രൂപയ്ക്ക് ലാസ്റ്റ് ഈ കാണുന്ന പശുവിനെ നമുക്ക് വാങ്ങിക്കാൻ സാധിക്കും. ഇടക്കറവ പശുവാണ്. ഇപ്പോഴും പാലുൽപാദനം ഉണ്ട് കേട്ടോ. 37 രൂപയ്ക്ക്. ഇപ്പൊ കുട്ടിയില്ല. അപ്പൊ നമ്മുടെ കയ്യിലുള്ള ലാസ്റ്റ് പശു അല്ലെ? അതെ, HF-ന്റെ ക്രോസ് ആണ്. HF-ന്റെ ക്രോസ് ആണ്. വലിയ ഹൈറ്റ് വെയിറ്റ് ഒന്നും ഇല്ല. എന്നാൽ വീടുകളിലൊക്കെ നിർത്താൻ പറ്റുന്ന നല്ല അളവായ മാട്, നല്ല സ്വഭാവമുള്ളത് ആണോ? ഓക്കെ. വളരെ ശാന്ത സ്വഭാവമാണ്. ഒച്ചപ്പാടും ബഹളമൊന്നും ഇല്ല. അതൊന്നുമില്ല. ഓക്കെ. ആള് പ്രസവിച്ചോട്ടാ? ഇല്ല, ചെനയാണ്. ഓ, ചെന. ഒരു 10 ദിവസം കൂടി ആകും. ഓക്കെ. അടിപൊളിയോ. ഒരു കടിഞ്ഞിലാണ്. ഓക്കെ. കടിഞ്ഞൂലാണല്ലേ? കടിഞ്ഞൂലായിട്ട് അനങ്ങണല്ലോ. അടിപൊളി. കടിഞ്ഞിലാണ്. 4 പല്ല്. ഓക്കെ. 4 പല്ല്. ഓക്കെ. അപ്പൊ ആൾക്ക് എത്ര റേറ്റ് ആട്ടോ പറയണേ? ആൾക്ക് ഇത്രയും 60 റുപ്യ കിട്ടിയേ കൊടുക്കാം. ലാസ്റ്റ് 60 രൂപ കിട്ടിയേ കൊടുക്കാലോ. അപ്പൊ ലാസ്റ്റ് 60 രൂപ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടാവുന്ന ഒരു അടിപൊളി HF-ന്റെ പശുവാണ്. അതും 4 പല്ല് പശുവാണ്. സാധാരണ ആദ്യത്തെ പ്രസവമാകുമ്പോ ചാട്ടോ മോട്ടോയൊക്കെ ആയിരിക്കും. പക്ഷെ ഇത് അങ്ങനത്തെ ഒരു പ്രശ്നവും അകിടെ തൊട്ടാലും മേത്ത് തൊട്ടാലും ഒരു പ്രശ്നമില്ല. അതായത് വീടുകളിലൊക്കെ കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ പറ്റണമാണ്. ഇത് തമിഴ്നാട് ബോർഡർ, കേരള ബോർഡറിൽ നിന്ന് വാങ്ങിയതാണ്. ഓക്കെ. 60 രൂപയ്ക്ക് നമുക്ക് കിട്ടും അല്ലേ?